Mr. Wise, Clever and Dull were trading in partnership, sharing profit and losses 4:3:3 respectively. The accounts of the firm were made up to 31st December every year. The partnership provided inter alia that on the death of a partner, the goodwill was to be valued at 3 years purchase of average profit of the 3 years up to the date of the death, after deducting interest at the rate of 8% on capital employed and a fair remuneration of each partner. The profit are assumed to be earned evenly throughout the year. On 30th June 2016, Mr. Wise died, and it was agreed on his death to adjust goodwill in the capital account without showing any amount of goodwill in the balance sheet. It was agreed for the purpose of valuation of goodwill that the fair remuneration of the work done by each partner would be rupees 15,000 per annum, and that the capital employed would be 1,56,000. Mr. Clever and Dull were to continue the partnership, sharing profit and losses equally after the death of Mr. Wise. The following were the amount of profit of earlier years before charging interest on capital employed. Year 2013, 67,200. Year 2014, 75,600. Year 2015, 72,000. And year 2016, 62,400. You are required to compute the value of goodwill and show the adjustment thereof in the books of the firm. Wise, Clever, Dull, their profit sharing ratio was 4:3:3. ഗുഡ്വിൽ എങ്ങനെ വാല്യൂ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും പാർട്ട്ണറൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗുഡ്വിൽ വാല്യൂ ചെയ്യേണ്ടത്? 3 years purchase of average profit of 3 years up to the date of death, after deducting interest at the rate of 8% on capital employed and a fair remuneration of each partner. ആ മരണപ്പെട്ട ഡേറ്റിന്റെ തൊട്ട് മുമ്പുള്ള 3 വർഷത്തെ പ്രോഫിറ്റിന്റെ ആവറേജ് നോക്കിയിട്ട് അതിൽ നിന്ന് പാർട്ട്നേഴ്സിനുള്ള റെമ്യൂണറേഷൻ മൈനസ് ചെയ്തിട്ട്, അതേപോലെ ക്യാപിറ്റൽ എംപ്ലോയിഡിന് 8% ഇൻട്രസ്റ്റ് അതും ഡിഡക്റ്റ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന പ്രോഫിറ്റിന്റെ 3 മടങ്ങാണ് ഗുഡ്വിൽ. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഈസ് 3. എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? On the death of partner, the goodwill was to be valued at 3 years purchase of average profit of 3 years up to the date of the death. നമ്മൾ തൊട്ട മുമ്പുള്ള വർഷങ്ങളിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ പോരാ. മരണപ്പെടുന്ന തീയതിയുടെ തൊട്ട മുമ്പുള്ള 3 വർഷത്തെ പ്രോഫിറ്റ് വേണം. മരണപ്പെട്ട തീയതി വരെയുള്ള, മരണപ്പെടുന്ന അന്ന് വരെയുള്ള 3 വർഷം, അങ്ങനെയാണ് നോക്കേണ്ടത്. മരണപ്പെടുന്ന അന്ന് വരെയുള്ള 3 വർഷം. ഇതേ മരണപ്പെട്ടത് എന്നാണ്? 30th June 2016 ഈ വയസ്സ് മരണപ്പെട്ടത് 30th June 2016 പ്രോഫിറ്റ്സുകൾ ഇയർലി പ്രോഫിറ്റ്സുകളാണ്. 2013 ഇയർ, 2014 ഇയർ, 2015, 2016. മരണപ്പെട്ടത് എന്നായിരുന്നു? 30th June 2016 അപ്പോൾ 2016 പ്രോഫിറ്റിലെ പകുതി പ്രോഫിറ്റ്സ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. 3 വർഷത്തെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 30th June എന്ന് പറയുന്നത് അത് പകുതി പ്രോഫിറ്റ്സ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 3 വർഷം എന്ന് പറയുമ്പോൾ ഏതൊക്കെ എടുക്കണം? 2013 പകുതി പ്രോഫിറ്റും, 2014 ഫുൾ പ്രോഫിറ്റും, 2015 ഫുൾ പ്രോഫിറ്റും, 2016 പകുതി പ്രോഫിറ്റും. ക്ലിയർ ആണോ? ഗുഡ്വിൽ വാല്യുവേഷന് വേണ്ടി നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യണ്ടേ?
ഗുഡ് വിൽ വാല്യുവേഷന് വേണ്ടി ആവറേജ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ആവറേജ് പ്രോഫിറ്റ് എന്ന് വരെയുള്ള ആവറേജ് പ്രോഫിറ്റ് എടുക്കേണ്ടത് അദ്ദേഹം മരണപ്പെടുന്ന ആ ദിവസത്തിന്റെ തൊട്ട് മുമ്പുള്ള 3 വർഷത്തെ പ്രോഫിറ്റ്സിന്റെ ആവറേജ് ആണ് നോക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ്സ് ഇയർലി പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ 2013 പ്രോഫിറ്റ്സിന്റെ പകുതി എടുക്കണം, 2014 പ്രോഫിറ്റ്സിന്റെ ഫുൾ എടുക്കാം, 2015 പ്രോഫിറ്റ്സിന്റെയും ഫുൾ എടുക്കാം, 2016 പകുതി പ്രോഫിറ്റ്സ് എടുക്കാൻ പാടുള്ളൂ. ക്ലിയർ? ഓക്കെ. അപ്പൊ നമ്മൾ എന്നിട്ട് അതിൽ നിന്ന് ആവറേജ് കണ്ടിട്ട് അതിൽ നിന്ന് ഈ പാർട്ട്നേഴ്സിന്റെ റെമ്യൂണറേഷൻ ഓരോ പാർട്ട്നേഴ്സിനും എത്രയാണ്? 15,000 റുപ്പീസ്. അത് ഫിക്സഡ് റെമ്യൂണറേഷൻ ആണ്. ഒരു വർഷത്തിന് 15,000. It was agreed for the purpose of valuation of goodwill that the fair remuneration for work done by each partner would be rupees 15,000 per annum. ഓരോ വർഷത്തിലും ഒരു പാർട്ട്ണർക്ക് 15,000 രൂപ വെച്ച് 15,000 റുപ്പീസ് വെച്ചിട്ട് റെമ്യൂണറേഷനും നമ്മൾ എന്ത് ചെയ്യണം? ഈ ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. അതേപോലെ ക്യാപിറ്റൽ എംപ്ലോയിഡ് 8% ഇൻട്രസ്റ്റും നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മളിനി കമ്പ്യൂട്ടേഷനിലേക്ക് പോവാം. വർക്കിംഗ് നോട്ട് നമ്പർ 1, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗുഡ് വിൽ. ഇയർ 2013 ഹാഫ് പ്രോഫിറ്റ് 67,200 ആണ് ഫുൾ പ്രോഫിറ്റ്. അതിന്റെ 50%. 2014 ഫുൾ പ്രോഫിറ്റ് 75,600. 2015 ഫുൾ പ്രോഫിറ്റ്. നമ്മൾ ഗുഡ് വിൽ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് ആവറേജ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ്, മരണപ്പെടുന്ന അന്ന് വരെയുള്ള ദിവസത്തിന്റെ തൊട്ട് മുമ്പുള്ള 3 വർഷത്തെ പ്രോഫിറ്റ്സിന്റെ ആവറേജ് ആണ് നമുക്ക് കാണേണ്ടത്. 2016 ഹാഫ് പ്രോഫിറ്റ് 50%. That is 31,200. 2,12,400. Average of 3 years. 3 വർഷത്തെ ആവറേജ് 2,12,400 divided by 3, 70,800 ആണ്. ആവറേജ് പ്രോഫിറ്റ് 70,800. ഒരു വർഷം ആവറേജ് നമ്മുടെ പ്രോഫിറ്റ് 70,800 ആണ്. ഇതിൽ നിന്ന് അവര് ചില കാര്യങ്ങൾ മൈനസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഗുഡ് വിൽ കമ്പ്യൂട്ടേഷന് ചെയ്യുന്നേക്കാൾ മുമ്പ് 2 കാര്യങ്ങൾ മൈനസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഒന്ന്, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് 15,000 into 3 പാർട്ട്നേഴ്സ്. ഒരു വർഷം 15,000 രൂപ 3 പാർട്ട്നേഴ്സിന്, ഒരാൾക്ക് 15,000 രൂപയാണ്. 45,000 മൈനസ് ചെയ്യണം. ആൻഡ് ഓൾസോ 8% ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. 1,56,000 into 8%, that is 12,480. Average profit for goodwill computation is 13,320. Number of years of purchase, average profit in the 3 മടങ്ങാണ് goodwill എന്ന് പറയുന്നുണ്ട്. So goodwill 13,320 into 3 is 39,960. ഇതാണ് നമ്മുടെ ഫേമിന്റെ മൊത്തം ഗുഡ്വിൽ. ആ മരണപ്പെട്ട ആൾക്ക് നമ്മൾ ഈ 39,960 നിന്ന് അദ്ദേഹത്തിന്റെ ഷെയർ കൊടുക്കണം. വൈസിന് അദ്ദേഹത്തിന്റെ ഷെയർ കൊടുക്കണം. ഗെയിനുള്ള ആളുകളെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഗെയിനിങ് റേഷ്യോ നോക്കാം. വർക്കിംഗ് നോട്ട് നമ്പർ 2, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ. വൈസ്, ക്ലവർ, ഡൾ. വൈസ് ആണ് മരണപ്പെടുന്നത്. ഇവിടെ പഴയ റേഷ്യോ that was 10, 4:3:3, 4/10, 3/10 and 3/10. New ratio, clever and dull were to continue the partnership, sharing profit and losses equally. 1/2, 1/2. എല്ലാത്തിനും 10 ആക്കാം. 10 ആക്കുമ്പോൾ 3/10, 1/2 10 ആക്കുമ്പോൾ 5/10. Again 3/10 minus 5/10, that is 2/10. Gain 2/10, 2/10. ഇദ്ദേഹത്തിനാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ഇദ്ദേഹത്തിന് 4/10 ക്രെഡിറ്റ് കൊടുക്കണം. നമ്മുടെ ഫേമിന്റെ ഗുഡ് വില്ല് 39,960 ആണ്. അപ്പൊ ആരെ ഡെബിറ്റ് ചെയ്യണം? ഈ ക്ലവറിനെയും ഡള്ളിനെയും ഡെബിറ്റ് ചെയ്യണം. സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ്? ബിൽ ഓഫ് ദ ഫേം 39,960 into 4/10 എത്രയാണ്? 15,984. വൈസിന് കൊടുക്കേണ്ടത്
ക്രെഡിറ്റ് ചെയ്യേണ്ടത് വൈസിനെയാണ്. 39,960 ഇൻറ്റു അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഷെയർ 4/10 ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കുക, ഈക്വലി ഡെബിറ്റ് ചെയ്യുക. 7,992. ക്ലവർ അക്കൗണ്ട് ഡെറ്റർ 7,992. ഡൾ അക്കൗണ്ട് ഡെറ്റർ 7,992. ടു മിസ്റ്റർ വൈസ് 15,984. നമുക്കിങ്ങനെ ഗുഡ് വിൽ ഓഫ് ദ ഫേം അത് വെച്ചിട്ട് വേണമെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യാം. ഗുഡ് വിൽ ഓഫ് ദ ഫേം 39,960 ഇൻറ്റു ഈ ഗെയിനിങ് റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്താൽ മതി 2/10. 7,992 39,960 ഇൻറ്റു 2/10 അങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വൈസിന്റെ ഷെയർ കണ്ടുപിടിച്ചുകൊണ്ട് 2:2 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. വൈസിന്റെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 39,960 ഇൻറ്റു 4/10 ആണ് വൈസിന്റെ ഷെയർ. 39,960 ആണ് മൊത്തം ഗുഡ് വില്ല്, ഫേമിന്റെ ഗുഡ് വില്ല്. അതിൽ 4/10 ആണ് വൈസിന്റെ ഷെയർ. അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് രണ്ടുപേരെയും കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിനെ ഡെബിറ്റ് ചെയ്യാം. 2:2 എന്ന് പറയുന്ന റേഷ്യോയിൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിനെ ഡെബിറ്റ് ചെയ്തിട്ട് ആ മരണപ്പെട്ട പാർട്ട്ണർക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കാം. ജേണൽ എൻട്രി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന്റെ ഗെയിനിങ് റേഷ്യോയിൽ ഡെബിറ്റ് ചെയ്യാം. ആരെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്? ക്ലവർ അക്കൗണ്ട് ഡെപ്റ്റർ, ഡൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു വൈസ് 7,992. ഡൾ അക്കൗണ്ട് ഡെറ്ററും 7,992 ടു വൈസ് 15,984.